വീരാളിപ്പട്ടിലെ പുതിയ ഡിസൈൻ, അടുത്ത ഡിസൈൻ. നമ്മൾ ആദ്യം മദർ ഡിസൈൻ പഠിച്ചു. ഇത് ഫാദറാണ്. ഫാദർ ഡിസൈനും ആദ്യം നടുക്കുള്ളത് അതുപോലെ തന്നെ വരച്ചിട്ട് ഈ ഒരു വരയ്ക്കുന്ന ഈ പോർഷനാണ് ഇത്തിരി പ്രയാസമുള്ളത്. നോക്കൂ, അതിൻ്റെ അടുത്ത വീഡിയോയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് പറയട്ടെ. കണ്ടോ, ആദ്യം വന്നിട്ട് ആ 2 ഡിസൈൻ അതിനോട് ചേർന്നും 4 കോളം എഴുതിയേക്കുന്നത് വേറെയും വരയ്ക്കുക. അത് ഇത്തിരി ഒന്ന് സൂക്ഷിച്ച് വരച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും. കണ്ടോ, ഇടയ്ക്ക് വന്നിട്ട് അത് റെഡ് കളർ ആവാനുള്ളതാണ്. ഇങ്ങനെയാണ് അത് വരയ്ക്കുന്നത്. ഈ വീരാളിപ്പട്ട് ഡിസൈനിൽ നമ്മൾ വെറുതെ ഇങ്ങനെ റെഡും ബ്ലാക്കും കൊണ്ട് വരയ്ക്കുന്ന ഒരുപാട് നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് അതുപോലെ ഇങ്ങനെ നോക്കി വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളെല്ലാം ഭേദമാണ് ഇത്. കറക്റ്റ് മെഷർമെൻറ്റൊക്കെ അറിഞ്ഞ് വരയ്ക്കുമ്പം നമുക്ക് ഏത് വലിയ ഭിത്തിയിലും നമുക്കത് അങ്ങനെ വരയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ മെഷർമെൻറ്റോ അല്ലെങ്കിൽ കോളം എണ്ണിയൊക്കെ വരയ്ക്കുമ്പം അത് തെറ്റത്തൊന്നുമില്ല. ഇതിപ്പം നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ആദ്യത്തെ നടുക്കുള്ളത് അങ്ങനെ തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഇതൊരു ബോക്സ് ആക്കുക. 3 3 6 കണ്ടോ, 6 കട്ടയുള്ളൊരു ബോക്സ് ആക്കിയിട്ട് വീണ്ടും ഒരു 2 കട്ട മുകളിലേക്ക് 2 കട്ട താഴോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അത് അതേപോലെ തന്നെ 4 വശവും വരച്ചെടുക്കുക. ഇതെപ്പോഴും ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് ഒന്ന് വരച്ച് പഠിക്കുന്നത് നല്ലതാണ്. കാരണം വരച്ച് ഒന്ന് മാറ്റി നോക്കിയാൽ നമുക്ക് അടുത്ത ഡിസൈൻ വരുമ്പോൾ അതുപോലെ വരയ്ക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കണ്ടോ, ഇതിനിടയ്ക്ക് വന്നിട്ട് റെഡ് കളർ വരേണ്ട ഒരു സ്പോട്ട് അങ്ങനെ വരാനുണ്ട്. അല്ലാതെ ഇതൊന്ന് എണ്ണി വരയ്ക്കേണ്ടതാണ് ഇതൊക്കെ. ഇത് നമ്മളിങ്ങനെ കണ്ടു വരയ്ക്കുക എന്ന് പറയുന്നത് എല്ലാവരും പഠിപ്പിക്കുന്നത് ഈ കണ്ടു വരച്ച് ശീലമാണ് എല്ലാവർക്കും. പക്ഷേ ഇത് ഇങ്ങനെ നമ്മൾ വരച്ചാൽ നമുക്ക് ഈ ഡിസൈൻ നമുക്ക് കാണാപ്പാടമായിരിക്കും. അല്ലെങ്കിൽ വേറൊരു ഡിസൈൻ നോക്കി ഇന്ന് വരയ്ക്കേണ്ടി വരും. ഈ പോർഷനാണ് ഇപ്പോൾ കാണിച്ചത്. ഇങ്ങനെ ഈ ഡിസൈനുകളിൽ നെയ്ത്തുകാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിസൈനാണല്ലോ വീരാളിപ്പട്ട്. വീരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ശരിക്കും യൂട്യൂബിൽ ഞാനിത് ആദ്യം വീരാളിപ്പട്ട് ആദ്യത്തെ ഒരു ഡിസൈനെല്ലാം കാണിച്ച് ഈ കൈത്തറി മേഖലയിലുള്ള ഡിസൈൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് നോക്കി പോവുക. ഞാൻ വീരാളിപ്പട്ട് 2-3 ഇതായിട്ട് ഇട്ടിട്ടുണ്ട്. ആ ഡിസൈനുകളും ഒന്ന് നോക്കി പോവുക. അന്നേരം മനസ്സിലാവും നിങ്ങൾക്ക് ഇത് അത്ര സിമ്പിളല്ല. ഇതിങ്ങനെയൊക്കെ വരയ്ക്കേണ്ടുന്ന ഒരു ഡിസൈനാണ്. ഇത് ഇത്തിരി അളന്നും എണ്ണിയും ഒക്കെ വരയ്ക്കേണ്ടതാണ്. ഇതാണ് ആളുകൾ അതുപോലെ നോക്കി വരയ്ക്കുന്നത്. ഇതിപ്പോൾ റെഡ് ഇടുകയാണ് അതിൻ്റെ ആ ഭാഗത്ത്. ഇങ്ങനെ കുറച്ച് ഡിസൈനുകളെല്ലാം നിങ്ങൾ മട്ടാഞ്ചേരി പാലസിലൊക്കെ പോകുമ്പം നിങ്ങളത് വ്യക്തമായി നോക്കണം. ഈ ഡിസൈനുകളൊക്കെ അതിൻ്റെ ബോർഡറുകളും അല്ലെങ്കിൽ അതിൻ്റെ ഇങ്ങനെ ഓരോന്ന് നോക്കി വേണം പഠിക്കാൻ. വരച്ചെടുത്ത് പഠിക്കുന്നത് നല്ലത്. ഞങ്ങളിങ്ങനെ ഉള്ള കുറച്ച് മെഷർമെൻറ്റ് രീതി നമുക്കറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും പറയും ഭയങ്കര ഫീസല്ലേ. ശരിക്കും പറഞ്ഞാൽ ഫീസാണെങ്കിൽ നമുക്ക് ഇതെല്ലാം വ്യക്തമായി അറിഞ്ഞിരുന്നാൽ നമുക്കൊരു അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ പറ്റുന്നതാണ്. ഇനി ഇതെല്ലാവരും ഒന്ന് വരച്ച് നോക്കണേ. വരച്ച് നോക്കിയിട്ട് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് അയച്ചു തരിക. അപ്പം ഞാൻ പറഞ്ഞു തരാം എവിടെയെങ്കിലും തെറ്റുണ്ടോ. നിങ്ങൾക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരുത്തി പോകാം. കാരണം ഈ വീഡിയോ നമുക്കിങ്ങനെ കണ്ട് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ റെഡ് കളർ കൊടുക്കുമ്പോഴെല്ലാം നിങ്ങൾ ഒരു കാര്യം ഓർത്തണം, താഴെ യെല്ലോ കൊടുത്തിട്ടേ റെഡ് കളർ കൊടുക്കാവൂ. ഞാനിതിപ്പോൾ വീഡിയോയുടെ സ്പീഡിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി ഈ പോർഷൻ റെഡ് വരും, ബ്ലാക്കും വരും. അപ്പം ഫാദർ ഡിസൈനിന് എപ്പോഴും നടുക്ക് വന്നിട്ട് ബ്ലാക്കാണ് വരുന്നത്. മദർ ഡിസൈൻ ആണെങ്കിൽ നമുക്ക് റെഡാണ് വരുന്നത്. അപ്പോൾ അതെപ്പോഴും ഒന്ന് നോക്കിയേക്കണം. ഫാദർ ഡിസൈൻ ആണെങ്കിൽ നടുക്ക് വന്നിട്ട് യെല്ലോ വന്ന് അതിൻ്റെ പുറത്ത് അത് ഉണങ്ങിയതിന് ശേഷം റെഡ് കഴിഞ്ഞിട്ടേ ബ്ലാക്ക് ഇടാവൂ. അതാണ് ഫാദർ ഡിസൈൻ വരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ പേപ്പറിൽ ഇങ്ങനെ ചെയ്യല്ലേ. അതേസമയം മദർ ഡിസൈൻ ആണെങ്കിൽ നടുക്ക് റെഡ് മാത്രമേ കാണാവൂ. റെഡിൻ്റെ പുറത്ത് ബ്ലാക്ക് അടിക്കില്ല. അതേപോലെ വൈറ്റ് പോർഷൻ വിടുന്ന എല്ലാം നോക്കിക്കണം. അതുപോലെ തന്നെ ചില കുട്ടികളൊക്കെ ഇതിൻ്റെ അരികിന് കൊണ്ടുവന്ന് മഷിപ്പൂ ഇടരുത്. ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട്. മഷിപ്പൂ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ നടുക്കെല്ലാം കണ്ടോ ഇങ്ങനെ വൈറ്റ് കൂടുതലാണ് ഇതിനകത്ത്. അപ്പോൾ ഓൾറെഡി അതിന് വൈറ്റ് കൂടുതലായതുകൊണ്ട് ബോർഡർ വരുമ്പം നമ്മൾ ഒന്ന് ഒതുക്കണം കളറ്. അപ്പം ഗ്രീനും
നല്ല റെഡും ബ്ലാക്ക് അല്ല നടുക്ക് അതിൻ്റെ നടുക്ക് വന്നിട്ട് വൈറ്റ് ആവാം, എന്നിട്ടൊരു ക്രോസ് ഡിസൈൻ ഉണ്ട്. ഇങ്ങനെയൊക്കെ ആകാൻ പാടുള്ളൂ. ഇനി നോക്കണം കേട്ടോ. ഞാൻ പറയണത് പുതിയ ആൾക്കാർ വരയ്ക്കുന്ന വീരാളിപ്പട്ടല്ല നോക്കണമെന്ന് ഞാൻ പറയണേ. ക്ഷേത്രങ്ങളിൽ, പഴയ ക്ഷേത്രങ്ങളിലും അങ്ങനെയുള്ള ബുക്കുകളിലും ഒക്കെ നിങ്ങൾക്ക് മട്ടാഞ്ചേരി പാലസിലൊക്കെ പോകുമ്പോൾ അവിടെ കാണാം. അതൊക്കെ നോക്കിയിട്ടേ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. കളർ ബാലൻസിങ് എന്താണ്, ഏത് ചിത്രം നമ്മൾ വരച്ചാലും പെയിൻറ്റിങ് ചെയ്താലും അതിന് കളർ ബാലൻസിങ് ഉണ്ട്. എല്ലാവരും ഈ വീഡിയോ കാണുക. കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളതിന് കമൻസിന് താഴെ തന്നെ രേഖപ്പെടുത്തണം. എല്ലാവരും എൻ്റെ വാട്സാപ്പിലാണ് വന്ന് അഭിപ്രായങ്ങൾ പറയുന്നത്. കഴിവതും ഇവിടെ ഒരു കമൻറ്റെങ്കിലും ഇടാൻ നിങ്ങൾ ശ്രമിക്കുക. എന്നാലല്ലേ മറ്റുള്ളവർക്കത് ഒരു പ്രചോദനമാകൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി അടുത്ത വീരാളിപ്പട്ടിൽ ഇനിയും ഉണ്ട് ഡിസൈനുകൾ, നമുക്കിനി അതും കാണാം. ഓക്കെ.